മെമ്മറി കാർഡ് പോയപ്പോൾ കേസ് പോയി. ഇനി ആ കേസിൽ നീതി കിട്ടില്ല എന്ന് ഒരു കൃത്യമായ ഉറപ്പ് എനിക്ക് വന്നു. അങ്ങനെയാണ് എനിക്ക് വക്കാലത്ത് വരുന്നതും ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യണത്. നാദിർഷാൻ എന്തിനാണ് സുനിയെ വിളിക്കുന്നത്? പണം തട്ടാനാണെന്ന് വിചാരിക്കും ഒരാളിൽ നിന്ന്. അന്ന് ദിലീപിനേക്കാൾ പണമുള്ള ആൾക്കാർ, നാദിർഷനേക്കാൾ പണമുള്ള ആൾക്കാർ ഇവിടെ ഇല്ലേ ഈ സൊസൈറ്റിയിൽ? ഈ വക കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തുകൊണ്ട് നടക്കണ നടന്മാർ തന്നെ ഇല്ലേ? അവരാരെയും വിളിച്ചാൽ പോരെ. സുനി എഴുതിയ കത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഉണ്ട്. ആ കത്തിൽ സുനി അഷ്വറൻസ് കൊടുക്കണം എന്താ? ചേട്ടൻ്റെ കാര്യം ഞാൻ ആരോടും പറയില്ല എന്നാ. അപ്പം അവർ തമ്മിലുള്ള ധാരണയുടെ പുറത്താണ് പരസ്പരം ബന്ധപ്പെടാതിരിക്കുന്നതും ദിലീപിൻ്റെ ഫോണിലേക്ക് വിളിക്കാതിരിക്കുന്നതും ഒക്കെ നാദിർഷയുടെ കോളിലേക്ക് വിളിക്കണം. അതിലിരിക്കണം ഇനി തൻ്റെ പൈസ ഞങ്ങൾക്ക് വേണ്ടറുന്ന ആ ഒറ്റ വാചകത്തിലുള്ള ആ ഇൻറ്റൻഷനും ആ റിലേഷൻഷിപ്പും കോൺസ്പിറസി ആണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് പിന്നെ പറയുക? കോടതി പറയണെന്താ? ഇത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഈ ക്രിമിനൽ എഴുതുമെന്നാണ്. അപ്പോൾ ഇവൻ ക്രിമിനലാണെന്നുള്ള കാര്യം ഉറപ്പായി. വിപിൻ ലാൽ ഒരു ക്രിമിനലാണ്, അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് അടക്ക രാജനെ വിശ്വസിച്ച് എങ്ങനെയാണ് കോടതി? പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു വിധി വരുമെന്ന്? അത് ഞാൻ പറയില്ല, കാരണം ഞാൻ പറയാൻ പാടില്ല. ഈ മെമ്മറി കാർഡ് ഒന്നും കൂടി പരിശോധിച്ചപ്പോൾ 3 പ്രാവശ്യം ടാമ്പർ ചെയ്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരുന്നത് ആ കേസിലാണ്. ട്രയൽ തുടങ്ങണതിൻ്റെ തലേ ദിവസമാണ് ഇങ്ങനെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയണത്. ഈ കേസിൽ എൻ്റെ റോൾ എന്തായിരുന്നു? ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞു, ഹൈക്കോടതിയിലെ കേസ് ഞാൻ ചെയ്യാം. കാരണം ഞാൻ ഹൈക്കോടതിയിലാണ് സ്ഥിരം പോകുന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഹൈക്കോടതിയിൽ പോകാനാണ് ഇത്. ഞാൻ ഹൈക്കോടതിയിലേ പോകാറുള്ളൂ. ഇപ്പോൾ ഇവിടെ മറ്റ് കേസുകളൊക്കെ എൻ്റെ ജൂനിയേഴ്സിന് പറഞ്ഞു വിടലാണ് എൻ്റെ പണി. ഹൈക്കോടതിയിലെ കേസ് ഞാൻ വിജയിച്ചു, മനസ്സിലായില്ലേ? അത് നേരത്തെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തില്ലേ. രണ്ടാമത്തെ കേസ് ട്രയലാണ്. വിക്ടിം ലോയർ എന്ന് പറയുന്നത്, വിക്ടിം ലോയറിന് പ്രോസിക്യൂഷൻ സമ്മതിച്ചാൽ മാത്രമേ അസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും ഇത് പല ആളുകൾക്കും അറിയില്ല. ഇത് ആൾക്ക് അറിയില്ല. എല്ലാവരും പറഞ്ഞു അതിജീവിതയുടെ അഡ്വക്കേറ്റ് തോറ്റു, അതിജീവിത. അല്ല, അത് സത്യമാണ്, ആർക്കും അറിയാം. നിയമപരമായിട്ട് അറിയാത്ത ആളുകളാണ് അതിന് മറുപടി പറയുന്നത്. കമന്റ് ബോക്സിൽ വരുന്നതും അങ്ങനെയുള്ള ആളുകളുടെ കമന്റ് ആണ്. അതിജീവിതയുടെ അഡ്വക്കേറ്റ്. പക്ഷെ ഞാൻ ചെയ്ത പണി എന്ന് പറയുന്നത് 4 വർഷം എൻ്റെ ലൈഫിൽ രാവിലെ 12 മണിയാകുമ്പോൾ തുടങ്ങും വിസ്താരം. ഞാൻ പ്രോസിക്യൂഷൻ്റെ പുറകിലുള്ള ബെഞ്ചിലാണ് ഇരിക്കുന്നത്, മനസ്സിലായ? അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് ഞാനിരിക്കും. ഞാനൊരു സീനിയർ അഡ്വക്കേറ്റാണേ, ഓർക്കണം. ഒരു ജൂനിയർ അഡ്വക്കേറ്റ് അല്ല, സീനിയർ അഡ്വക്കേറ്റാണ്. എന്തിനാണ് ഞാൻ അവിടെ അത് പോകണത്? അങ്ങനെ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രോസിക്യൂഷന് എന്നെക്കൊണ്ട് നല്ലൊരു അസിസ്റ്റൻസ് കിട്ടുമോ? അതിജീവിതർ അതിക്ക് മുന്നേ ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞു, എനിക്ക് ട്രയൽ കോടതി പോകാൻ പറ്റില്ല ഈ കേസിൽ. കാരണം അവിടെ പോയി ഇരുന്ന് എൻ്റെ ഓഫീസ് തകർന്നു പോകും. ഇവർ വേറെ അഡ്വക്കേറ്റിനെ വെച്ചു. ആ അഡ്വക്കേറ്റ് പ്രോസിക്യൂഷനായിട്ട് ഒരു തരത്തിലും യോജിച്ചു പോയില്ല. അപ്പോൾ അവർക്ക് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകാൻ പറ്റില്ല, മനസ്സിലായ? അങ്ങനെ പ്രോസിക്യൂഷൻ അതിജീവിതയും കൂടിയായിട്ട് ആലോചിച്ച് അവർ വേറെ പല അഡ്വക്കേറ്റ്മാരെ സമീപിച്ചു. കാരണം ഞാൻ പറഞ്ഞിരിക്കുകയാണല്ലോ എനിക്ക് പറ്റില്ല എന്ന്. പിന്നെ എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞേ. ഇത് ആദ്യം എത്തുന്നത് വളരെ പരിതാപകരമായ ഒരവസ്ഥയിൽ രാജേഷ് എന്ന് പറഞ്ഞ നമ്മുടെ അതിജീവിതയുടെ ബ്രദർ വഴിയാണ് എൻ്റെ അടുത്ത് എത്തുന്നത് ഈ കേസ്, മനസ്സിലായ? ഞങ്ങൾ അന്ന് കാണുന്ന സമയത്ത് ഈ കേസ് ചത്ത് കിടക്കുകയും സർക്കാർ ഇത് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോകുന്നത്. മെമ്മറി കാർഡും ടാമ്പർ ചെയ്യപ്പെട്ട് എല്ലാം നശിച്ച് കിടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നീതി കിട്ടുന്ന ഒരു വിശ്വാസം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു, മനസ്സിലായ? അവർ വലിയ രീതിയിലുള്ള പ്രയാസം നേരിടുന്ന സമയത്താണ് ഞാൻ ചെല്ലണം, എന്നെ കിട്ടണം അവർക്ക്, മനസ്സിലായ? അന്ന് അജയകുമാർ സാറായിട്ട് എനിക്കൊരു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. സാറാണെങ്കിൽ അതിഗംഭീരമായ ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്നു എത്ര വർഷം. മാത്രമല്ല സാർ സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ ആയിരുന്നു. മാത്രമല്ല ഇന്ന് കേരളത്തിലെ പ്രമാദമായ എന്തുമാത്രം മർഡർ കേസ് സാർ നടത്തിയിട്ടെന്ന് അറിയാമോ? ആരൊന്നും ഹിസ്റ്ററി ഒന്നും ആർക്കും അറിയില്ല.
അറിയാതിരുന്നിട്ട് ഈ പലപ്പോഴും ഈ കേസുകൾ വരുമ്പോ പ്രോസിക്യൂട്ടർമാരെ നമ്മൾ അറിയുന്നില്ലല്ലോ. എപ്പോഴും ഒപ്പോസ് വക്കീല് അപ്പൊ ആ വക്കീല് വലിയ വക്കീലായിരിക്കും, അവരെ ആയിരിക്കും നമ്മൾ പലപ്പോഴും. ഒരു കാര്യം ലോകം മനസ്സിലാക്കേണ്ടത്, ഈ പ്രതികളുടെ വക്കാലത്തെടുത്ത് ജയിക്കാൻ പ്രത്യേകിച്ച് വല്ല ക്ലെവറിന്റെ ആവശ്യം. അതായത് കെട്ടിവെച്ചൊരു കേസ് പൊളിക്കാന്നുള്ള പോയിന്റ് മാത്രം ചിന്തിച്ചാൽ മതി. പ്രോസിക്യൂഷന്റെ ജോലി എന്താ? അൺഡൗട്ടഡ്ലി അല്ലെ, സംശയരഹിതമായ രീതിയിൽ വിത്തൗട്ട് ഒരു സംശയത്തിന്റെ കണിയുണ്ടെങ്കിൽ ആനുകൂല്യം അങ്ങോട്ട് പോകും. മനസ്സിലായ? ഇത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ്. സാറ് അതികഠിനമായ രീതിയിൽ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. സാറിന് പ്രത്യേകമായ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഒരാളെയോടും പ്രത്യേകമായി ദിലീപിനോടും എനിക്കില്ല ദിലീപിനോടൊരു വൈരാഗ്യം. നമ്മൾക്ക് വ്യക്തിപരമായി ഒന്നുമില്ല ആൾക്കാരുടെ അടുത്ത്. നമ്മളൊരു കേസ് ചെയ്യാണ്. പക്ഷെ ഈ കേസിൽ എന്താ, ഒരു കുട്ടി അനുഭവിച്ച ആ പ്രയാസം വ്യക്തിപരമായി നമുക്ക് പ്രയാസമാണ്. അതിനൊരു നീതി കിട്ടുക എന്ന് പറയുന്നത് മരണം. ഞാൻ പഠിച്ച് ഒരു വക്കീലെ ഞാനല്ലേ ആയുള്ളൂ, എല്ലാവരും ആയിട്ടില്ലല്ലോ. എനിക്ക് ഈ സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താ, അത് ഞാൻ ചെയ്യണ്ടേ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കേവല പ്രൊഫഷൻ എന്ന നിലയിലല്ല നമ്മൾ ഇതിനെ കാണുന്നത്. സാറ് പല അഡ്വക്കേറ്റ്സിനെയൊക്കെ അന്വേഷിച്ചു. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നു എനിക്ക് ട്രയലിന് നിൽക്കാൻ പറ്റില്ല എന്ന്. ട്രയലിൽ നിന്ന് ഇതാണ് അവസ്ഥ എന്ന് എനിക്കറിയേ. എൻ്റെ ഓഫീസിൽ പോയിലൂടെ എനിക്ക് വേറൊരു വരുമാനമില്ല. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു വിധി വരുമെന്ന്? അത് ഞാൻ പറയില്ല, കാരണം ഞാൻ പറയാൻ പാടില്ല. ഞാൻ അതിജീവിതയുടെ വക്കീലല്ല എങ്കിൽ ഞാൻ പറയും. എനിക്ക് നല്ല കണക്കൂട്ടലുണ്ട്. പക്ഷെ ഞാൻ അതിജീവിയുടെ വക്കീലാണ്. അവർ അപ്പീൽ പോവുകയാണ്. അപ്പീൽ പോകുന്ന സമയത്ത് ഒരിക്കലും ഞാൻ പറയാൻ പാടില്ല. അതെൻ്റെ കേസിനെ ബാധിക്കും. എനിക്ക് ആ കുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു ചതവ് വരരുത്. WP ക്രിമിനൽ 445/22 എന്നാണ് ഞാൻ കൊടുത്ത കേസിൻ്റെ നമ്പർ. മെമ്മറി കാർഡ് പോയപ്പോൾ കേസ് പോയി. ഇനി ആ കേസിൽ നീതി കിട്ടില്ല എന്ന് ഒരു കൃത്യമായ ഉറപ്പ് എനിക്ക് വന്നു. അങ്ങനെയാണ് എനിക്ക് വക്കാലത്ത് തരുന്നതും ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യണത്. സർക്കാരിനെതിരെ പറയാതെ റിട്ട് പെറ്റീഷൻ നിൽക്കില്ല ഇവിടെ. റിട്ട് എന്ന് പറഞ്ഞാൽ തന്നെ സർക്കാർ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാണ്ടാകുമ്പോഴാണ് നമ്മൾ റിട്ട് പെറ്റീഷൻ കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രൊവിഷൻ. ഞാൻ ഫയൽ ചെയ്തപ്പോൾ ബെച്ചു സാറിൻ്റെ അടുത്ത് വന്ന്, സാർ ആദ്യം ഒന്ന് ചൂടായി, എന്തായെന്നൊക്കെ പറഞ്ഞിട്ട് ജുഡീഷ്യറിക്കെതിരെ സംസാരിക്കുന്നതൊക്കെ ചോദിച്ചു ചൂടായി. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു ഈ മെമ്മറി കാർഡ് അയക്കാൻ വേണ്ടി. ആ സമയത്താണ് FSL ഈ മെമ്മറി കാർഡ് ഒന്നും കൂടി പരിശോധിച്ചപ്പോൾ 3 പ്രാവശ്യം ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരുന്നത് ആ കേസിലാണ്. അതുവരെ അത് വന്നിട്ടില്ല. മനസ്സിലായ? ആ സമയത്ത് ഒരിക്കലും ഈ ജഡ്ജ്മെൻറ്റിൽ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കുണ്ട്. ട്രയൽ തുടങ്ങണതിൻ്റെ തലേ ദിവസമാണ് ഇങ്ങനെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയണത്. മനസ്സിലായ? അറിയണത് ആരറിയണത്? മേഡം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും FSL ഡയറക്ടറും. പ്രോസിക്യൂഷൻ അറിഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ അറിഞ്ഞാലാണ് പ്രോസിക്യൂഷൻ ഈ FSL ഡയറക്ടർക്ക് പറഞ്ഞു കൊടുക്കുക. പ്രോസിക്യൂഷൻ പറയുമല്ലോ, പറഞ്ഞു കൊടുക്കുക അവർക്ക് ഇന്നതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കേസ്, അതനുസരിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. സാധാരണ രീതിയിൽ പ്രോസിക്യൂഷനായിട്ട് ഒരു ഇൻട്രാക്ഷൻ വിറ്റ്നസ്സസിന് ഉണ്ടാവും. പക്ഷേ ഇത് പ്രോസിക്യൂഷൻ അറിയാത്തതുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞില്ല. പക്ഷെ മേഡത്തിന് അത് ചോദിക്കണ്ടേ? ഈ ഹാഷ് വാല്യൂ ഇത് തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ചോദിക്കേണ്ട ഉത്തരവാദിത്വം മേഡത്തിൻ്റെ അല്ലേ? അത് വന്നില്ലെങ്കിൽ ആ കേസ് പോകുമെന്ന് മറ്റാരേക്കാളും അറിയുന്നത് ആരാ? മേഡം അല്ലേ? അല്ലേ? അതിന് മേഡത്തിന് ഇഷ്ടം പോലെ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ആളുകൾ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചാലും ആ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്താൽ കേസ് പോയി. മേഡത്തിന് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവർ CFSL പോയിട്ടുണ്ട്, സെൻട്രൽ ലാബിലേക്ക് ഡിഫൻസ്. അതെങ്ങാനും മാറിയതാണ് വരണമെങ്കിൽ ഈ കേസ് പോകുമെന്നുള്ള കാര്യം പ്രോസിക്യൂട്ടറിനെ അറിയിക്കേണ്ട ജോലി ആരുടെ ആയിരുന്നു? പ്രോസിക്യൂട്ടർ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ആരുടേതായിരുന്നു? മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ നോക്കണം, പിന്നെയും പിന്നെയും നോക്കണം. ഞാൻ ജഡ്ജിന് കുറ്റം പറയല്ല, ജഡ്ജ്മെൻറ്റിനെയും കുറ്റം പറയല്ല. ചരിത്രത്തിലോ ഭൂമി അവസാനിക്കുന്നത് വരെയോ
ഈ കേസിൽ ഈ തെറ്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കേസിൽ ചിലപ്പോൾ സാക്ഷികൾ കൂറുമാറും, കോൺട്രഡിക്ഷൻസ് വരും, ചിലപ്പോൾ കോൺസ്പിറസിയിലൊക്കെ ശരിയായ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത തെളിവുകളുണ്ടാവും. പ്രതിനെയും വെറുതെ വിടും. കോൺസ്പിറസിയിൽ അത് തന്നെയാണ് കാര്യം. അല്ലെങ്കിലും ഈ ജഡ്ജിമാരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം എന്താ, അതിനിവിടെ ഒരു സിസ്റ്റമുണ്ട്. ഒരു താഴെ ജഡ്ജി ആ ജഡ്ജ്മെൻറ്റിന് ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും രണ്ടു കൂട്ടർക്കും മുകളിൽ പോകാനുള്ള റൈറ്റുള്ള ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ജഡ്ജ്മെൻറ്റ് അതാണ് ഇതാണെന്നൊന്നും പറയാനും നമുക്കൊരു കാര്യമില്ല. പിന്നെ എൻ്റെ കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടും അതിലൊരു ശിക്ഷ നടപ്പിലാക്കേണ്ട ചുമതല മാഡത്തിനുണ്ടായിരുന്നു. അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയതാണല്ലോ അല്ലേ? അതും ചെയ്തില്ല. ഇത് വേറൊരു കേസായി ഇനി പരിഗണിക്കുമോ? അത് ഇതിൽ അങ്ങനെ ഇതൊക്കെ ഹൈക്കോടതിയും ജുഡീഷ്യൽ സംവിധാനം ചെയ്യേണ്ടത്. നമുക്കൊന്നും കൈക്കെടുത്താൻ പറ്റില്ല, പോലീസിന് ഇടപെടാൻ പറ്റില്ല. കാരണം കോടതിയുടെ ഉള്ളിൽ വെച്ചിരുന്ന ഒരു കേസ്, ഒരു സാധനത്തിന് എന്ത് ഡാമേജ് പറ്റിയാലും എന്ത് ടാമ്പറിങ് പറ്റിയാലും അത് കോടതി മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നുള്ളൊരു സംവിധാനം ഇതിലുണ്ട്. പക്ഷെ അതിലൊരു ലൂപ്പ് ഹോളാണ്. എൻ്റെ കേസിൽ ജഡ്ജ്മെൻറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നും CRPC അനുസരിച്ച് ചെയ്യണമെന്നും FIR ഇടണമെന്നും പോലീസ് അസിസ്റ്റൻസ് എടുക്കണമെന്നും ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ജഡ്ജ്മെൻറ്റ്. എല്ലാവരും ഒരുപോലെയാണോ അപ്പോൾ ജുഡീഷ്യറിയിൽ? അല്ല. എത്രയോ നല്ല ജഡ്ജിമാരുണ്ട്. TP വധക്കേസിൽ അക്യൂറ്റ് ചെയ്ത് 2 പേരെ കൂടി ശിക്ഷിച്ചു അല്ലേ? അത് കൗസർ സാറും ജയശങ്കർ നമ്പ്യാർ സാറും വരുന്നത് ആ ബെഞ്ച്. അപ്പൊ എല്ലാ ജുഡീഷ്യറിയും കറപ്റ്റാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പക്ഷെ ഈ കേസിൽ ഉണ്ടായ ഒരു സമൂഹത്തിൽ ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഉണ്ടാക്കിയത് സ്ത്രീകൾക്കാണ്. നിങ്ങൾക്കറിയില്ല, എന്തുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല ആ ദിവസങ്ങൾ. കേസ് തോറ്റതുകൊണ്ട് മാത്രമല്ല, രാത്രിയാകുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ച് കരച്ചിലാണെന്ന്. എന്തുമാത്രം അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കിയത്. പിന്നെ കോടതി പറയുന്ന ഒരു കാര്യം, സമൂഹത്തിന്റെ ഇതനുസരിച്ച് നമുക്ക് വിധി പറയാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ വിധി പറയണം. കാരണം എല്ലാ ജഡ്ജ്മെന്റുകളും എന്തിനാണ് ഡൽഹി സംഭവം ഉണ്ടായപ്പോൾ പോക്സോ ആക്ട് ഉണ്ടായത്? നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണ്. നമ്മുടെ പാർലമെൻറ്റ് എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ ഭരിക്കുന്ന, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പാർലമെൻറ്റ്. അതല്ലേ നമ്മുടെ പാർലമെൻറ്റ് അല്ലേ? ആ പാർലമെൻറ്റ് ഉണ്ടാക്കണ നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങളുടെ ജീവിത സൗകര്യത്തിന്, അവരുടെ ഈക്വാലിറ്റിക്ക്, അവരുടെ സ്വാതന്ത്ര്യത്തിന്. ആ നിയമത്തിനെ ഇൻ്റർപ്രറ്റ് മാത്രം ചെയ്യേണ്ട ജോലി ആർക്കുള്ളൂ? കോടതിക്കുള്ളൂ. കോടതി നിയമനിർമ്മാണം നടത്തുന്നവരല്ല, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിനനുസരിച്ച് ഒരു സമൂഹത്തിലെ നീതി ഉറപ്പാക്കുക എന്ന് പറയുന്ന കൃത്യമായ ചുമതല ജഡ്ജിമാർക്കുണ്ട്. അതനുസരിച്ച് ജഡ്ജിമാർ പറയാൻ പാടുള്ളൂ. സമൂഹത്തിൽ ബഹളം കീഴൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കേസാണോ? ഒരു പെൺകുട്ടി ജോലി സ്ഥലത്തേക്ക് ഒരു കാറിൽ പോകുമ്പോൾ ആ കാറിലിരിക്കുന്ന ഡ്രൈവർ അടക്കമുള്ള ആളുകൾ അതിനെ തട്ടിക്കൊണ്ടുപോയി പിച്ചി ചിന്തി എന്ന് പറയുന്ന കേസ്, അതൊരു സാമൂഹ്യ പ്രസക്തിയുള്ള കേസാണ്. അത് പാർലമെൻറ്റിൻ്റെ നിയമത്തിലുള്ളതാണ്. ആ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ സമൂഹത്തിന് ഇനി ഒരിക്കലും ഒരാളും ഇത് ചെയ്യാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. ആ ഉത്തരവാദിത്വം ആ ജഡ്ജ്മെൻറ്റിലില്ല. മുന്നോട്ടുള്ള യാത്രയിലെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ 100% വിശ്വസിക്കുന്നുണ്ടോ? ഇനി നമുക്കത് ഈ ശബ്ദിക്കുന്ന തെളിവുകളൊക്കെ നമുക്ക് ഹാജരാക്കിക്കൊണ്ട് വീണ്ടും പ്രോസിക്യൂഷൻ പറഞ്ഞില്ലേ ശബ്ദിക്കുന്ന നേരത്തെ ചോദിച്ചില്ലേ? പ്രോസിക്യൂഷൻ്റെ ഒരു പ്രശ്നം 3 ടേമായിട്ടാണ് ഇതിൻ്റെ പ്രോസിക്യൂഷൻ്റെ പ്രൊസീജിയർ പോണത്. ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് സ്റ്റേജിൽ ദിലീപിനെ ഒഴിവാക്കിയിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു. 2ാമത്തെ സ്റ്റേജിൽ പൾസർ സുനിയുടെ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. അതിൻ്റെ ഒരു ചാർജ് ഉണ്ട്. 3ാമത്തെ കേസിൽ ബാലേന്ദ്രകുമാർ ഇത് ചെയ്തിട്ടുള്ളൊരു കേസുണ്ട്.
ഈ ജഡ്ജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയാമോ? ആദ്യം ദിലീപിൻ്റെ ബെയിൽ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു കേസ് വന്നു. ആ കേസിൽ ഈ കോടതിയുടെ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലേന്ദ്രകുമാറിനെ വിശ്വസിക്കാനേ പറ്റില്ല എന്നാണ്. അത് വിധിയിലുണ്ട്. മനസ്സിലായ? രണ്ടാമത് കോടതി ചാർജ് ഫ്രെയിം ചെയ്തു. ചാർജ് ഫ്രെയിം ചെയ്തപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഈ സാക്ഷി വിശ്വസനീയമായ സാക്ഷിയാന്ന് പറഞ്ഞു. മൂന്നാമത് വിധി വന്നപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഈ സാക്ഷിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ ആ സാക്ഷി വിശ്വസിക്കാൻ പറ്റാത്തത്? എന്താ കാര്യം? എന്താ? കോടതിക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞിട്ടല്ലേ പറയണത്. പക്ഷേ ഒരു ഡയറക്റ്റ് വിറ്റ്നസ്സാണ്, ഡയറക്റ്റ് എവിഡൻസ്. അതിനങ്ങനെ അങ്ങോട്ട് അവിശ്വസിക്കാൻ പറ്റുമോ? നിയമം മാത്രമാണ് പരിശോധിക്കുന്നെങ്കിൽ ആ ഡയറക്റ്റ് വിറ്റ്നസ് അവിടെ എടുക്കണ്ടേ? അതെ. കോൺസ്പിറസിയിൽ ഡയറക്റ്റ് എവിഡൻസ് കിട്ടില്ല, ഇൻഡയറക്റ്റ് എവിഡൻസും കിട്ടില്ല. രണ്ടുപേര് സ്വകാര്യമായി എവിടെയെങ്കിലും ഇരുന്നൊരു കോൺസ്പിറസിയിൽ ഈ രണ്ടുപേരും ഒരു വശത്താണ്. സുനി എഴുതിയ കത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഉണ്ട്. ആ കത്തിൽ സുനി അഷ്വറൻസ് കൊടുക്കണം എന്താ? ചേട്ടൻ്റെ കാര്യം ഞാൻ ആരോടും പറയില്ല എന്നാ. അപ്പം അവർ തമ്മിലുള്ള ധാരണയുടെ പുറത്താണ് പരസ്പരം ബന്ധപ്പെടാതിരിക്കുന്നതും ദിലീപിൻ്റെ ഫോണിലേക്ക് വിളിക്കാതിരിക്കുന്നതും ഒക്കെ നാദിർഷയുടെ കോളിലേക്ക് വിളിക്കണം. നാദിർഷനെ എന്തിനാണ് സുനിയെ വിളിക്കുന്നത്? പണം തട്ടാനാണെന്ന് വിചാരിക്കും ഒരാളിൽ നിന്ന്. അന്ന് ദിലീപിനേക്കാളും പണമുള്ള ആൾക്കാർ, നാദിർഷനേക്കാൾ പണമുള്ള ആൾക്കാർ ഇവിടെ ഇല്ലേ ഈ സൊസൈറ്റിയിൽ? ഈ വക കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തുകൊണ്ട് നടക്കണ നടന്മാർ തന്നെ ഇല്ലേ? അവരാരെയും വിളിച്ചാൽ പോരെ? പണം കിട്ടില്ലേ? അതുകൂടാതെ നാദിർഷയും അപ്പുണ്ണിയും ഈ രണ്ടുപേരും ആരുമായി അസോസിയേറ്റ് ചെയ്തതാ? ഇനി ദിലീപ് പറയണത് നാദിർഷയായിട്ടൊരു ബന്ധമില്ല, അപ്പുണ്ണിയായിട്ടൊരു ബന്ധമില്ല. ഫോണിൽ സുനി നേരിട്ട് ദിലീപിനെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, പൈസ ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. നമ്മളുടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇല്ലേ നമുക്ക്? നാദിർഷയും അപ്പുണ്ണിക്കും വന്ന ജയിലിലെ കോളുകൾ, ആ കോളുകളുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തത് ആരാ? എല്ലാവർക്കും വരുന്ന കോളിൽ ദിലീപ് പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇവർ തമ്മിലൊരു ബന്ധമില്ലെങ്കിൽ ഈ ക്വസ്റ്റിന് ഒരു പ്രാധാന്യമില്ലേ? കോടതി അത് അങ്ങനെ പരിഗണിച്ചാ? എനിക്ക് തോന്നുന്നില്ല. ഈ കത്തിന്റെ കാര്യത്തിലോ? 2 കത്തുകളല്ലേ പുറത്തു വന്നത്? 2 കത്തിൽ ഒന്ന് ബിപിൻ ലാലിന്റെ കത്ത്. ബിപിൻ ലാലിനെ സംബന്ധിച്ച് ആരാണ് ബിപിൻ ലാൽ? ബിപിൻ ലാലിനെ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താ? അടയ്ക്കാരാജുവിനെ എങ്ങനെയാ കോടതി വിശ്വസിച്ചത്? ബിപിൻ ലാലും അടയ്ക്കാരാജു ആരായിരുന്നു അഭയ കേസിൽ? വിറ്റ്നസ് എന്തായിരുന്നു അയാളുടെ ക്യാരക്ടർ? മോശമായിരുന്നു അല്ലേ? ആ കള്ളനെ കോടതിക്ക് വിശ്വസിക്കാമെങ്കിൽ ഒരു കുറ്റം ചെയ്യാതെ ആൾക്കാർ ജയിലിൽ പോവോ? ജയിലിൽ കുറ്റം ചെയ്യാത്തവരെ പോലീസുകാരെ കിട്ടുമോ വിറ്റ്നസ്സായിട്ട്? ജയിലിലെ ഒരു വ്യക്തി, ബിപിൻ ലാലിൻ്റെ ഹിസ്റ്ററിയും കൂടി മനസ്സിലാക്കണം. ആരാണ് ബിപിൻ ലാൽ എന്ന്? ബിപിൻ ലാൽ എന്ന് പറയുന്നത് കാസർഗോഡുള്ള ഏറ്റവും ദരിദ്രമായിട്ടുള്ളൊരു വീട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് ലോ കോളേജിൽ LLBക്ക് അഡ്മിഷൻ കിട്ടിയൊരു കുട്ടിയാണ്. അവൻ KSUവിൻ്റെ ലീഡർഷിപ്പായിരുന്നു. ആ ലീഡർഷിപ്പ് ആയിരിക്കുന്ന സമയത്ത് കൊടുക്കാന്ന് പറഞ്ഞു, ഇവൻ്റെ ലീഡറാണ് എന്ന് പറഞ്ഞ് പലരെയൊന്നും പൈസ മേടിക്കുന്ന കൂട്ടത്തിൽ ഇവനും ചിലർക്കൊക്കെ ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞ് ഇവൻ പൈസ വാങ്ങിച്ച് ജോലി കൊടുത്തില്ല. സ്വാഭാവികമായും ആളുകൾ കാശ് കൊടുത്തിരിക്കുന്ന ഇവനാണ്. ഇവനെടുത്ത് ഇവൻ്റെ ചെക്കാണ് അവരിലിരിക്കുന്നത്. ഇവനെതിരെ ചെക്ക് കേസ് കൊടുത്തു. ഇവൻ്റെ കയ്യിൽ ഓട്ടക്കാലനെയാണ് അവൻ. ഇവൻ്റെ വീട്ടിലും അതിനുള്ള സൗകര്യമില്ല. കേസിൽ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുണ്ട്. 420 കേസ്, സരിതയ്ക്കയുടെ കേസൊക്കെ ഇല്ലേ? എത്ര ആൾ എടുത്തിന്? ഹൈക്കോടതി ജഡ്ജിയുടെ പേരിൽ വരെ 420 കേസ് ഉണ്ടായി. ജഡ്ജി ആവണ സമയത്ത് ചെക്ക് കേസ് ഉണ്ടായിരുന്നു. അവന് കാശില്ല കൊടുക്കാൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ശിക്ഷ അനുഭവിച്ചു. നന്നായി പഠിക്കുന്ന, നന്നായി എഴുതാൻ അറിയാവുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്, പേര് ഞാൻ പറയണില്ല. അദ്ദേഹമാണ് അവന് പഠിക്കാനായിട്ടുള്ള കാക്കനാട് ജയിലിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. ഇന്ന് ബിപിൻ ലാൽ, അന്ന് LLB അവന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല.
വിപിൻ ലാൽ കാസർഗോഡ് DYFIയുടെ പ്രസിഡന്റാണ്. അതെന്തോ ആയിക്കോട്ടെ, അല്ല ഞാൻ കോൺഗ്രസിൽ നിന്ന് മാറി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാണ്. അയാൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് PhD ചെയ്യാൻ പറ്റും? ഈ സൊസൈറ്റിയിൽ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? അത്രയും നല്ല ക്യാരക്ടറുള്ള ഒരു പയ്യൻ സുനിൽ അവിടെ ആ ജയിലിൽ ഇവനെ കൊണ്ടാണ് ജയിലധികൃതർ എല്ലാ എഴുത്തുകുത്തുകളും നടത്തിക്കണം. വിപിൻ ലാല് അവിടെ കത്ത് ഇവൻ പറഞ്ഞിട്ട് എഴുതുകയാണ്. ആ വിപിൻ ലാല് കോടതിയിൽ വന്ന് നിന്റെ കത്താണ് ഇതെന്ന് മൊഴി കൊടുക്കുകയാണ്, സാക്ഷ്യപ്പെടുത്താണ്. ഡയറക്റ്റ് എവിഡൻസ് ആണ്. വിപിൻ ലാലിനോട് ഇയാൾ ഇത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് വിപിൻ ലാൽ ഇത് എഴുതിയതെന്ന് വിപിൻ ലാൽ പറയുകയാണ്. ഡയറക്റ്റ് എവിഡൻസ് ആണ് കോൺസ്പിറസിയിൽ. ഇനി കത്ത് കിട്ടേണ്ട സാധനം പോലീസുകാരവിടെ സെർച്ചിന് പോയപ്പോൾ CCTV കിട്ടുകയും ഇവർ കത്ത് വിപിൻ ലാൽ കത്ത് എഴുതുന്നത് തന്നെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയാണ്. ഡയറക്റ്റ് എവിഡൻസ് അല്ലേ കോൺസ്പിറസിയുടെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ആർക്കുമില്ല. എന്നിട്ട് വിപിൻ ലാൽ ഒരു ക്രിമിനലാണ്, അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് അടക്കരാജനെ വിശ്വസിച്ച് എങ്ങനെയാണ് കോടതി? എത്രയോ ക്രിമിനൽസിനെ സാക്ഷിയായിട്ട് വിശ്വസിക്കേണ്ടി വരും കോടതിയിൽ, അല്ലേ? ഇനി രണ്ടാമത്തെ കത്ത് സുനിൽ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയതാണ്. സുനിലിന് ഒരു കുഴപ്പമുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്, ഞാൻ എഴുതില്ല. അപ്പം രണ്ടാമത്തെ കത്ത് എഴുതിയത് അവനാണ്. വിപിൻ ലാലൊക്കെ പോയില്ലേ, ഇവൻ എഴുതിയ കത്തിൽ കോടതി പറയണെന്താ, ഇത്തരം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഈ ക്രിമിനൽ എഴുതുമെന്നാണ്. അപ്പം ഇവൻ ക്രിമിനലാണെന്നുള്ള കാര്യം ഉറപ്പായി. ക്രിമിനൽസിന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവില്ലേ? എല്ലാ ക്രിമിനൽസിൻ്റെയും ഹാൻഡ് റൈറ്റിംഗ് മോശമാണോ? എത്രയോ നിങ്ങൾ ഇവിടുത്തെ പല ക്രിമിനൽസിനെ വിളിച്ച് എഴുതിച്ച് നോക്കുന്നേ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരുണ്ടോന്ന്. ഹാൻഡ് റൈറ്റിംഗ് ക്രിമിനൽസും തമ്മിലൊരു ബന്ധമുണ്ടോ? ചില ആളുകളുടെ സ്വഭാവം ചില ഹാൻഡ് റൈറ്റിംഗിൽ കാണാം. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടുകൾക്ക് മനസ്സിലാക്കാം. ഒരാളുടെ സ്വഭാവ വിശേഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. വലത്തോട്ട് എഴുതുന്നവർ, നേരെ എഴുതുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതില് സുനിലിന്റെ ഈ കത്തില് പ്രോസിക്യൂഷൻ ചെയ്തത് എന്താ? പ്രോസിക്യൂഷന് ഈ കത്ത് ഫോറൻസിക് മറ്റേ രേഖ കയ്യെഴുത്ത് എക്സ്പെർട്ടിനെ അയച്ചു, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനെ അയച്ചു. അപ്പോൾ ഈ നിലവിൽ ഉള്ള സുനിനെ കൊണ്ട് ഇതുപോലെ തന്നെ എഴുതിച്ച് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന് വിടുന്നത്. ഒരു പ്രാവശ്യം എഴുതാം, പല രീതിയിൽ എഴുതിച്ചിട്ടാണ് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന് വിടുന്നത്. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് ഇത് ഇയാളുടെ തന്നെയാണെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് മറുപടി കൊടുത്ത റിപ്പോർട്ടാണ് അവിടെ ഹാജരാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു കേസുണ്ട്, ഇത് ഇയാളുടേതല്ലെങ്കിൽ കോടതിക്കോ മറുഭാഗത്തിനോ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യണ്ടേ? വേറെ ഒരു ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനെ കൊണ്ട് CFSലേക്ക്, ഇപ്പം പഴയ പോലെ തന്നെ CFSലേക്ക് അയക്കാം സർക്കാരിൻ്റെ സംവിധാനത്തിൽ. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടുകൾ, ഇവരൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവാം, അവരെ കൊണ്ടെങ്കിലും ഒരു സാധനം ചെയ്ത് ആ കോടതിയിൽ ഹാജരാക്കണ്ടേ? അപ്പം മാത്രമല്ലേ അതിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ കത്തിൽ എന്താണ്? ആരുടെയും ഫേസ്ബുക്ക് പേജിൽ ഞാൻ കണ്ടു. എൻ്റെ ഈ കത്തൊന്നുമില്ല, അതറിയോ നിങ്ങൾക്ക്? ഞാൻ വിക്ടിം ലോയറാണ്, എനിക്ക് പ്രോസിക്യൂഷൻ്റെ ഈ രേഖകളൊന്നുമില്ല. മനസ്സിലായ? എന്താ എഴുതിയേക്കണമെന്ന് ഞാൻ അത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത്, കോടതിയിൽ സാറ് പറയണതൊക്കെ ഞാൻ കേട്ടതാണ്. അപ്പോഴും ഞാൻ ഡോക്യുമെൻ്റ് കാണുന്നില്ല, ഇവർ ഈ ആർഗ്യുമെൻ്റ് പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അതിലെഴുതിയേക്കണ ഇനി തൻ്റെ പൈസ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ. ആ ഒറ്റ വാചകത്തിലുള്ള ആ ഇൻറ്റൻഷനും ആ റിലേഷൻഷിപ്പും കോൺസ്പിറസി ആണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് പിന്നെ പറയുക? അതിനെന്താണ് നിങ്ങൾക്ക് ഉത്തരം? കോടതി മനസ്സിലാക്കിയില്ല, കോടതി ഇന്റർപ്രറ്റ് ചെയ്തില്ല, നമുക്ക് എന്ത് ചെയ്യാനാ? എന്നിട്ടോ ആളുകൾ പറയുന്ന പ്രോസിക്യൂഷൻ ഇനി എന്തോരം തെളിവുണ്ടെന്ന് അറിയാമോ? അതെ, എല്ലാ തെളിവുകളും നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഈ ബാലേന്ദ്രകുമാറിന്റെ ആ തെളിവുകൾ, അതെ, ദിലീപിന്റെയും അനൂപിന്റെയും ഫോണിൽ നിന്ന് കിട്ടിയ തെളിവുകൾ, ഫോൺ ഇവിടുന്ന് ഹാജരാക്കിയില്ലേ? പ്രോസിക്യൂഷൻ അധികം
ഈ കോൺസ്പിറസി തെളിവ് കിട്ടില്ലടോ. ഇപ്പം നിങ്ങൾ ജഡ്ജ്മെന്റ് വായിച്ചില്ലേ? ഇനിയിപ്പോൾ ജഡ്ജ്മെന്റ് വന്ന സ്ഥിതിക്ക് ഈ തെളിവുകളൊക്കെ പുറത്തായി. അതിനെ കോടതി എങ്ങനെ കണ്ടു എന്നതിനെ സംബന്ധിച്ച് മാത്രമേ തർക്കമുള്ളൂ അല്ലേ? കോടതിയുടെ ജഡ്ജ്മെന്റിനെ നമ്മൾക്ക് വിമർശിക്കുന്നതിന് പരിമിതികളുണ്ട്. അത് ക്രിയാത്മക ക്രിറ്റിസിസം മാത്രമേ പറ്റുള്ളൂ. ജഡ്ജിക്കെതിരെ പറയുന്നതിനും നമുക്ക് എന്തുണ്ട്? പരിമിതി ഉണ്ട്. അതിനല്ലാതെ എല്ലാവരുടെ കയ്യിൽ ജഡ്ജ്മെന്റ് ഉണ്ട്. ജഡ്ജ്മെന്റിൽ ഉൾപ്പെടെ തള്ളിയ തെളിവുകൾ എന്താണെന്ന് പുറം ലോകത്ത് ഇപ്പോഴും ഉണ്ട്. എല്ലാ തെളിവുകളും പുറം ലോകത്തുണ്ട്. എന്താ പറയാത്തതെന്നറിയാമോ? ഞാൻ അതിജീവിതയുടെ വക്കീലായിരുന്നു. ഞാൻ അതല്ലായിരുന്നു എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ ഇതെല്ലാം അനലൈസ് ചെയ്ത് പറഞ്ഞേനെ.